പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഇന്ത്യയെ ആര് അടുത്ത 5 വർഷം ഭരിക്കണം എന്ന തീരുമാനം ഇന്ന് നമ്മളെല്ലാം നിർവഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മളുടെ രാജ്യം ഇന്ന് വളരെ അധികം മാറിയ ഈ സാഹചര്യത്തിൽ നമ്മൾ നൽകുന്ന ഓരോ സമ്മതിദാനാവകാശവും നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിനുള്ളതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വോട്ട് അത് എൻ്റെ ജീവിതത്തിനും എൻ്റെ സാമൂഹിക ജീവിതത്തിലും അതേപോലെ തന്നെ എൻ്റെ നാട്ടിനും എൻ്റെ രാജ്യത്തിനും ഏറ്റവും ഉപകാരപ്രദമാകണം എന്നെനിക്ക് 100% നിർബന്ധ ബുദ്ധിയുണ്ട്. നമ്മളെ ഭരിക്കുന്ന, നമ്മൾ തിരഞ്ഞെടുത്തയക്കുന്നവർ നമ്മളുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ആ ബില്ല് നേടിയെടുത്ത് നമ്മളുടെ ദിനം പ്രതിയുള്ള ഓരോ ജീവിതത്തിനാവശ്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് ഇവിടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇന്നത്തെ രാഷ്ട്രീയക്കാർ അത് തൊഴിലായി സ്വീകരിച്ച് 5 വർഷത്ത് കൂടുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരികയും ഓരോ കോമാളിത്തരങ്ങൾ കാട്ടി നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടും നമ്മളെ പ്രായമുള്ള ആളുകളുമായി ഫോട്ടോ എടുത്തും അവർ ഈ കുറഞ്ഞ കാലയളവ് അഭിനയം നടത്തി അവർ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ, നല്ല റോഡുകൾ, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ, നമുക്ക് ആവശ്യമുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പ്, ഇതെല്ലാം നമുക്ക് നേടിത്തരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഈ സമ്മതിദാനാവകാശം നിർവഹിക്കുമ്പോൾ എൻ്റെ ജനപ്രതിനിധിയോട് എനിക്ക് ചോദിക്കാൻ കഴിയണം, അവരുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ അവരുടെ ഓഫീസിലെ മൊബൈൽ നമ്പർ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലുണ്ടായിരിക്കണം. ഇനിയും നിങ്ങൾ ജയിച്ചു പോയി കഴിഞ്ഞാൽ ജയിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളെ ചേർത്ത് പിടിക്കാനും ഞങ്ങളെ കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും ഞങ്ങളെയും കെട്ടിപ്പിടിക്കാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് സാധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതല്ലാതെ അവർ തരുന്ന മോഹന വാഗ്ദാനങ്ങളും മതത്തിൻ്റെയും ജാതീയതയുടെയും വർഗീയതയുടെയും പരസ്പരമുള്ള വിദ്വേഷ പ്രചരണങ്ങളിലും വീഴാതെ എൻ്റെ ജീവിത നിലവാരം ഉയർത്താനും എൻ്റെ നാടിൻ്റെ ജീവിത നിലവാരം ഉയർത്താനും എൻ്റെ രാജ്യം പുരോഗമിക്കാനും നല്ല ഒരു തൊഴിൽ സംസ്കാരവും നല്ല തൊഴിൽ വ്യവസായങ്ങളും ഇവിടെ ഉണ്ടാവുന്നതിനു വേണ്ടി നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രതിനിധികളുമായി സംവദിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്കെല്ലാവർക്കും കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ജീവിത രീതിയും നമ്മൾ സ്വപ്നം കാണുന്ന ഒരു രാജ്യവും നമ്മൾക്കുണ്ടാവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ വിലപ്പെട്ട സമ്മതിദാനാവകാശം എന്നെ നോക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന ജനപ്രതിനിധികൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.